തിരികെ സ്പോട്ട് ലൈവിലേക്ക്. വിവാദങ്ങൾക്കിടെ പി ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ വീണ്ടും രംഗത്ത്. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ട ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചെന്ന് PV അൻവർ പറഞ്ഞു. അതിന് പിന്നിൽ പി ശശിയും അജിത് കുമാറുമാണ്. വിശ്വസ്തർ മുഖ്യമന്ത്രിയെ ചതിച്ചെന്നും അത് തിരിച്ചറിയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ തിരുത്തുമെന്നും PV അൻവർ പ്രതികരിച്ചു. RSSന്റെ നേതാവിനെ ADGP അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നെന്നും എന്നിട്ടും എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ നടപടിയെടുക്കാതിരുന്നത് എന്നും കഴിഞ്ഞ ഒരു 3-4 ദിവസമായി സംസ്ഥാനത്ത് ചർച്ചയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ കുറ്റപ്പെടുത്തലുകളുമാണ് ഇപ്പോഴും TV ചാനലിൽ അറിയുന്നത്. നിങ്ങളറിയേണ്ടത് ഈ കേസുമായുള്ള ബന്ധപ്പെട്ട എന്റെ അന്വേഷണത്തിൽ കൃത്യമായ ഉത്തരവാദിത്തമുള്ള ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടാമത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് ആ വിവരം അറിയുന്നത്. പൂഴ്ത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച ADGP അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് പോലീസ് അട്ടിമറിച്ചെന്ന് PV അൻവർ ആരോപിച്ചു. പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമം നടത്തി, എന്നാൽ മുഖ്യമന്ത്രി ഇടപെട്ടാണ് പ്രതികളെ പിടിച്ചതെന്നും പോലീസിലെ RSS സംഘം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും PV അൻവർ ആരോപിച്ചു. എക്കാലത്തും മതേതര നിലപാടിനോടൊപ്പം നിന്ന കേരളത്തിലെ വളരെ പ്രശസ്തനായ സ്വാമിയാണ് സന്ദീപാനന്ദഗിരി. നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ആ ശബരിമല വിഷയത്തിൽ അദ്ദേഹം എടുത്ത സുപ്രീംകോടതി വിധിക്ക് അനുകൂലമായി എടുത്ത നിലപാട്, ഗവൺമെന്റ് എടുത്ത ആ നിലപാട്, അതിനെ അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് രംഗത്ത് വന്നിരുന്നു. നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആശ്രമം കത്തിക്കുന്ന വലിയൊരു സംഭവം നമ്മളെല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് നടത്തിയ ഈ ഗവൺമെന്റിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പ്രതികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ വളരെ ബുദ്ധിപരമായ നീക്കവും അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് മറ്റൊരു അന്വേഷണ സംഘത്തെ നിയമിച്ച് ആ പ്രതികളെ, അതിന് നേതൃത്വം നൽകിയ പ്രതികളെ ആയ RSSകാരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. CV അനുമോദ് ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഈ RSS വിരുദ്ധ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിബദ്ധതയെക്കുറിച്ച് ഇന്നലെ പ്രസംഗിച്ച മുഖ്യമന്ത്രി ഇന്ന് സ്വീകരിക്കുന്ന നിലപാട് മുന്നണിക്കും പാർട്ടിക്കും സർക്കാരിനും നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേ ഘട്ടത്തിലാണ് ഈ വിവാദങ്ങൾക്കിടെ പി ശശിക്കും ADGP MR അജിത് കുമാറിനെതിരെ കൂടുതൽ ഗുരുതര ആരോപണവുമായി PV അൻവർ MLA തന്നെ വീണ്ടും രംഗത്തു വരുന്ന സാഹചര്യമുള്ളത്. ഇതൊക്കെ വലിയ കുരുക്കിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായി ഇന്നത്തെ PV അൻവറിന്റെ ആരോപണം? PV അൻവർ മുൻപുന്നയിച്ച ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ അത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ സഹിതമായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. ആദ്യം അദ്ദേഹം പറഞ്ഞത് RSS ADGP കൂടിക്കാഴ്ചയെക്കുറിച്ചാണ്. ഇക്കാര്യം നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തെങ്കിലും ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയായിരുന്നു. അത് ADGP MR അജിത് കുമാറും അദ്ദേഹത്തിന്റെ മുകളിലുള്ള പി ശശിയും ചേർന്നാണ്. കാരണം ഇത് മുഖ്യമന്ത്രി അറിയാതിരിക്കാൻ അവർ ഗൂഢാലോചന നടത്തി എന്നായിരുന്നു അൻവർ ആരോപിച്ചത്. ഈ കൂടിക്കാഴ്ച മുഖ്യമന്ത്രി അറിയാതിരിക്കാൻ പി ശശി കൂട്ടുനിന്നു എന്ന ഒരു വലിയ ആക്ഷേപമാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത്. രണ്ടാമതായിട്ട് ഈ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് അത് അട്ടിമറിക്കാൻ പോലീസിലെ RSS ബന്ധമുള്ളവർ ശ്രമിച്ചു എന്ന വലിയ ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹം
ആ കേസ് രണ്ടാമത് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് സഹിതമാണ് ഈ ഒരു വിഷയത്തിലേക്ക് വന്നത്. അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്ന് സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമത്തിൽ ഒരു റീത്ത് എഴുതി വെച്ചിരുന്നു. PK ഷിബുവിന് ആദരാഞ്ജലികൾ എന്ന് എഴുതി കൈപ്പടയിൽ എഴുതിയ ഒരു റീത്ത് ഉണ്ടായിരുന്നു. ആ റീത്ത് കോടതിയിൽ തെളിവുകളുടെ കൂട്ടത്തിൽ ഹാജരാക്കിയെങ്കിലും അത് തിരിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. പക്ഷേ അതിൽ ആ കൈപ്പടയുള്ള ആ ഒരു എഴുത്ത് അത് തെളിവുകളുടെ പട്ടികയിൽ നിന്നും കാണാതെയായി. അത് കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ ഒരു തരത്തിൽ കൈയക്ഷര പരിശോധനയിൽ പ്രതികളെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. അതുപോലെ രണ്ടാമതായിട്ട് ഈ ഒരു കേസിൽ ഉൾപ്പെട്ടു അല്ലെങ്കിൽ ഈ സന്ദീപ് ആനന്ദഗിരി ആരോപിക്കുന്ന അല്ലെങ്കിൽ പരാതിയിൽ പറഞ്ഞ ആളുകളുടെ ഒന്നും ഫോൺ രേഖകൾ പരിശോധിക്കുവാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് മുൻപ് മാർച്ച് നടത്തിയവരുടെ വിശദാംശങ്ങൾ നൽകിയിരുന്നു. പക്ഷെ അവരുടെ ഫോൺ രേഖകൾ ഈ പോലീസ് കൃത്യമായി അന്വേഷിച്ചില്ല, കണ്ടെത്തിയില്ല, രേഖപ്പെടുത്തിയില്ല. അതിനു പകരം IP ബിനുവിന്റെയും കാരായ രാജന്റെയും ഒക്കെ ഫോൺ രേഖകൾ ഈ ഒരു സംഘം ഇതിനുവേണ്ടി ഉപയോഗിച്ചു അല്ലെങ്കിൽ ശേഖരിച്ചു എന്ന മറ്റൊരു ഗുരുതരമായ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മൂന്നാമതായിട്ട് ഈ അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങൾ അതിൽ പലതും ഉൾപ്പെട്ട CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിൽ പിഴവ് വരുത്തിയെന്നും പറയുന്നു. അതായത് യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സഹായിക്കുമായിരുന്ന തെളിവുകളൊന്നും തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയില്ല, അത് അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ട ഈ വിവരം ഉള്ള അതായത് ഈ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്ന ഈ ക്രൈംബ്രാഞ്ചിന്റെ ഈ റിപ്പോർട്ട് പോലും ADGPയും P ശശിയും പൂഴ്ത്തി എന്നും മറ്റൊരു ഗുരുതര ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അതായത് P ശശി അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കുന്നില്ല, അദ്ദേഹത്തെ പാർട്ടി ഏൽപ്പിച്ചത് പൊളിറ്റിക്കൽ അവിടെയാണ് ഒരു സംശയം വരുന്നത്. അങ്ങനെ പൂഴ്ത്തിവെക്കാൻ സാധിക്കുമോ ഇന്റലിജൻസിന്? കാരണം ഇന്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായി ഓരോ ദിവസവും ഇന്റലിജൻസ് മേധാവി മുഖ്യമന്ത്രി അന്നൊന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഏറ്റവും പ്രധാനമായി ക്രമസമാധാന ചുമതലയിരിക്കുന്ന ഒരു ADGP RSS നേതാക്കളെ കണ്ടു എന്നുള്ള ആ ഒരു റിപ്പോർട്ട് അങ്ങനെ പൂഴ്ത്തിവെക്കാൻ സാധിക്കുമോ ഇന്റലിജൻസ് മേധാവിക്ക്? അങ്ങനെയാണെങ്കിൽ അന്വേഷണം അദ്ദേഹത്തിനും വേണ്ടതല്ലേ? അത് എത്രമാത്രം ശരിയായിരിക്കും PV അൻവറിന്റെ ആ ഒരു ആരോപണം? അൻവർ ആരോപിക്കുന്നതെല്ലാം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ താൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഞാൻ ഇങ്ങനെയാണ് ഈ വിഷയത്തെ കാണാൻ ആഗ്രഹിക്കുന്നത്, എന്റെ കാഴ്ചപ്പാടിൽ ഇതിങ്ങനെയാണ് എന്നാണ് അൻവർ പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ ADGP കൂടിക്കാഴ്ച, അതേപോലെ തന്നെ ഈ സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ പോലീസിന് വീഴ്ച വന്നു എന്നുള്ള ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്, ഈ രണ്ട് കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിയിട്ടില്ല. അതെന്തുകൊണ്ട് എത്തിയിട്ടില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് ADGPയും അതേപോലെ അദ്ദേഹത്തിന്റെ മുകളിലുള്ള P ശശിയും ചേർന്ന് ഇത് മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്താതിരിക്കാൻ വേണ്ട നടപടി എടുത്തു അല്ലെങ്കിൽ മറച്ചുവെച്ചു എന്നുള്ളതാണ്. അത് കൃത്യമായ താൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഭവ്യ ചോദിച്ചതുപോലെ അതിന് പല ചോദ്യങ്ങൾ ഉയരും. പക്ഷെ അൻവറിന്റെ വേർഷൻ അല്ലെങ്കിൽ അൻവറിന്റെ ആരോപണം ഇപ്രകാരമാണ്. കൃത്യമായിട്ടും അതിന് രാഷ്ട്രീയമായിട്ട് അതിന് മറുപടി പറയേണ്ടത് P ശശിയാണ്. കാരണം പാർട്ടി ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വം അത് പോലീസിലെ ഇത്തരം നീക്കങ്ങൾ കണ്ടറിഞ്ഞ് അത് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുവാനും അതിനുവേണ്ട നടപടി സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് P ശശി. അദ്ദേഹത്തിന്റെ കടമ ചെയ്യുന്നില്ല, ഉത്തരവാദിത്തം മറന്നു എന്ന ഗുരുതരമായ ആക്ഷേപമാണ് P ശശിക്കെതിരെ PV അൻവർ വീണ്ടും ഉന്നയിക്കുന്നത്. അൻവറിന് ശശിക്കെതിരെ പരാതി എഴുതി നൽകിയില്ലെങ്കിൽ പോലും, പരാതിയിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ചില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ADGPയെ സംരക്ഷിക്കുന്ന RSSന് സഹായകരമാകുന്ന നിലപാടുകൾ ശശി സ്വീകരിക്കുന്നു എന്ന ഗുരുതരമായ ഒരു ആക്ഷേപം അദ്ദേഹം വീണ്ടും ഉന്നയിക്കുകയാണ്. അതിന് അദ്ദേഹം ഇത്തവണ രണ്ട് കാര്യങ്ങൾ, ഈ ADGP RSS നേതൃത്വവുമായി കൂടിക്കാഴ്ച, അതേപോലെ സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിന്റെ രഹസ്യ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണ റിപ്പോർട്ട്, ഇത് രണ്ടും പൂഴ്ത്തിവെക്കുകയായിരുന്നു എന്ന ഗുരുതരമായ ആക്ഷേപം അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിന് രാഷ്ട്രീയമായിട്ട് മറുപടി പറയേണ്ടത് ഇനി രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരാണ്. പക്ഷെ അൻവർ തന്റെ ആക്ഷേപങ്ങളിൽ, ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ADGPക്കെതിരെ വേറെ വേഗത നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. അതാണ് പ്രധാനം. ഏറ്റവും പ്രധാനമായി ഈ സർക്കാരിനെ ഉലച്ച വിവാദങ്ങളുടെ ഒക്കെ തുടക്കം മലപ്പുറത്ത് നിന്നാണ്. ആ മലപ്പുറം പോലീസിൽ ഇന്ന് കൂട്ട മാറ്റമുണ്ടായിരുന്നു. പോലീസിന് തലപ്പത്ത് അവിടെ മാറ്റമുണ്ടായി. ആ അഴിച്ചുപണി ADGPയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് വീണ്ടും ഈ ഏറ്റവും അൻവർ തന്നെ മാറ്റിയേ മതിയാകൂ ADGPയെ, ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റിയേ മതിയാകൂ, മാറ്റുമെന്നുള്ളൊരു ഉറപ്പ് പറ. അത്രമാത്രം സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നൊരു മാറ്റമുണ്ടാകുമെന്നതിൽ നമ്മൾ പ്രതീക്ഷിക്കണമോ അനുമോദ? ഈ ഒരു ചോദ്യം തന്നെയാണ് നമ്മൾ വാർത്താ സമ്മേളനത്തിനിടെ അൻവറിനോട് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ അങ്ങനെ കരുതുന്നു. ഈ നിലവിലെ താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ ഒരു സമീപനം ഉണ്ടായി.
ഒരു IPS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു, മറ്റൊരു IPS ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി, ആക്ഷേപം ഉന്നയിച്ച DYSPമാർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ഇത് നടപടികളുടെ എല്ലാം തുടർച്ചയാണ്. ഇതിലേക്ക് എത്തും. അതായത് ADGPക്ക് എതിരെ കർശന നടപടി വരും എന്ന് തന്നെ താൻ വിശ്വസിക്കുന്നു. നിലവിൽ താൻ ഈ വിഷയത്തിൽ സംതൃപ്തനാണ് എന്നാണ് PB അൻവർ പറഞ്ഞത്. അതായത് താൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അത് സർക്കാർ വളരെ ഗൗരവത്തിൽ എടുത്തിരിക്കുന്നു എന്നതിന്റെ ഒരു ആശ്വാസവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചു. എല്ലാം പടിപടിയായേ എത്തൂ എന്ന് അൻവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ആ സമ്മർദ്ദം, അതായത് ADGPക്കെതിരെ നടപടിയെടുക്കാനുള്ള സമ്മർദ്ദം, അത് ഈ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ രണ്ട് കാര്യങ്ങളും കൂടി വരുമ്പോൾ ആ സമ്മർദ്ദം കുറെ കൂടി ശക്തമാകും. അങ്ങനെ ADGPക്കെതിരെ നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് PV അൻവർ MLA പങ്കുവെക്കുന്നത്. ഭവ്യ. ശരി, CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സ്പോട്ട് ലൈവ് എത്തും. അതിനു മുൻപൊരു ഇടവേള.